മലയാളികളുടെ പ്രിയ ഗായകനായ എം ജി ശ്രീകുമാർ തൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് വേസ്റ്റ് എടുത്തിട്ട് കായലിലേക്ക് എറിഞ്ഞിട്ട് 25,000 രൂപ പിഴ അടയ്ക്കേണ്ടതായിട്ട് വന്നു. ശരിക്കും സംഭവിച്ച കാര്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വീടും കായലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് അണ്ണാൻ കടിച്ച് മാങ്ങകൾ കായലിലേക്കും വീഴാറുണ്ട്, വീട്ടുവളപ്പിലേക്കും വീഴാറുണ്ട്. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജീവനക്കാരി അണ്ണാൻ കടിച്ച് വീണ മാമ്പഴം ഒരു പേപ്പർ എടുത്ത് തുടച്ചിട്ട് കായലിലേക്ക് എറിഞ്ഞു. അത് ഏതോ ഒരുത്തൻ വീഡിയോ എടുത്തിട്ടു. ആ വീഡിയോ വൈറലായി. അതിന് ശേഷം അദ്ദേഹത്തിന് 25,000 രൂപ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 25,000 രൂപയല്ല ഫൈൻ അടയ്ക്കേണ്ടത്, 25 ലക്ഷം രൂപയെങ്കിലും വാങ്ങിക്കണമായിരുന്നു. കാരണം ഇദ്ദേഹത്തെ പോലെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയേ അല്ലായിരുന്നു. 25 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാങ്ങിക്കണമായിരുന്നു. കാരണം ഞാൻ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ രോഗികൾ കിടക്കുന്ന ഭാഗത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കരുതെന്ന്. കാരണം അത്രത്തോളം നല്ല സുഗന്ധവും വൃത്തിയുമുള്ള ഒരു സ്ഥലം ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അത് കണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നതായിരുന്നു. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്രയും വൃത്തിയുള്ള ഒരു ഹോസ്പിറ്റൽ ഗവൺമെൻറ് റൺ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പുറം ലോകം ഇത് അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത്. പക്ഷേ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഗവൺമെൻറ്റിൻ്റെ കൂർമ്മ ബുദ്ധിയാണ്. കാരണം ഇത്രയും നന്നായിട്ട് ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് ഇവർ റൺ ചെയ്യുന്നത്, അതിൻ്റെ ടെക്നോളജി എന്താണെന്ന് പുറം രാജ്യക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരും അതുപോലെ ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ട് പുറം ലോകത്തൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും കാണിക്കാതെ നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല മെഡിക്കൽ കോളേജ് റൺ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ ഓടകളിലൂടെ ഒഴുകുന്ന വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് സംസ്കരിക്കുന്നു. ഹോസ്പിറ്റൽസിൻ്റെ പുറകിലൊക്കെ എത്ര വൃത്തിയൊക്കെയാണ് വേസ്റ്റുകൾ സംസ്കരിക്കുന്നതെന്നൊക്കെ നമ്മൾ കാണണം. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഉള്ള വേസ്റ്റുകളൊക്കെ വൃത്തിയായിട്ട് സംസ്കരിക്കുന്ന, ഇത്രയും വൃത്തിയുള്ള ഒരു നാട്ടിൽ, ഇത്രയും വൃത്തിയോടുകൂടി ജീവിക്കുന്ന ജനങ്ങളുള്ള നാട്ടിൽ എം ജി ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ വൃത്തിഹീനമായ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ 25,000 രൂപയിൽ കുറച്ച് പോയത് വളരെ മോശമായി പോയി. 25 ലക്ഷം രൂപയെങ്കിലും മിനിമം വാങ്ങിക്കണമായിരുന്നു. അത് കാരണം ഇങ്ങനെ വേസ്റ്റുകളൊക്കെ പുറത്ത് കളയുന്ന ആളുകൾക്ക് ഇതൊരു വലിയൊരു പാഠമായിരുന്നേനെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും.